ഇയാളെ ജനപിന്തുണ നമ്മൾ ആലോചിക്കണം. ഇയാളെപ്പറ്റി 2 3 ക്രിമിനൽ കേസുകൾ അയാളുടെ പേരിൽ റേപ്പ് കേസുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറ്റി? അയാൾക്ക് പിന്തുണ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല അത്. അപ്പം ഈ മുതിർന്ന രാഷ്ട്രീയക്കാർ അയാളെ നേരത്തെ ഇത് കണ്ട് അത് നേരത്തെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയൊന്നും വരാനില്ല എന്ന് ചിന്തിക്കുന്നവർ അടുത്ത ഇലക്ഷൻ ആ മുതിർന്നവർ അത് ജയിച്ച് കയറുമല്ലോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇയാളുടെ ജനപിന്തുണ തന്നെയാണ്. ഇതുപോലെയുള്ള ധാരാളം ആൾക്കാർ ഈ കോൺഗ്രസിലും CPM-ലും എല്ലായിടത്തും ഉണ്ട്. ആ കുട്ടികളൊക്കെ പഴയ കാരണവന്മാരിരുന്ന് അതും ഇതൊക്കെ പഴയ കാലത്തെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിൽ അതൊന്നും ചിലവാകില്ല. ഇപ്പോഴത്തെ തലമുറയിൽ ഇതൊരു ബ്ലാക്ക് മാർക്കാണെന്ന് ആ വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരോ അങ്ങനെയുള്ള ആൾക്കാർ കരുതുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വിക്ടിമൈസേഷനാണ്. അത് ഇനി കൂടുതൽ പരാതി ഇതേ രീതിയിൽ വരും. പക്ഷേ പരാതി കൊടുത്തവരൊക്കെ ഒന്ന് ആലോചിച്ചോണം, മലീഷ്യസ് പ്രോസിക്യൂഷൻ സമാധാനം പറയേണ്ടി വരും. അവർ മാത്രമല്ല, ആരോപണത്തിന് പരാതിക്കാരിയായിട്ട് വന്നവർ മാത്രമല്ല, തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്ത ക്രിമിനൽ നടപടി അനുസരിച്ച് അത് കൃത്യമാണ് എന്ന് തോന്നുന്ന പോലീസ് ഉദ്യോഗസ്ഥനും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, രാഷ്ട്രീയമായ ചിന്തയുണ്ട് എന്നേ പറയാനൊക്കുള്ളൂ. നമുക്ക് എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ അഭ്യാസം കാണിക്കുന്നത്? അവർക്ക് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. 173 അനുസരിച്ച് BNSS അനുസരിച്ച് 173(2) അനുസരിച്ച് അതിനകത്ത് പറഞ്ഞ പോലെയല്ലേ കേസ് എടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അല്ലാതെ അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടാണല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ റൈവൽറിയാണ്. അതിന് അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് എന്നേ പറയാനൊക്കുള്ളൂ. അവർ കേസെടുക്കുന്നെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് എന്നേ പറയാനൊക്കുള്ളൂ. കേസ് എടുക്കണമെങ്കിൽ നിയമപരമായിട്ട് എടുക്കുക. ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടെ വന്നതിനകത്ത് എന്താ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? 3 ദിവസത്തിന് അവർ മൊഴി കൊടുക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ടോ? 3 ദിവസത്തിനാകുമ്പോൾ വന്നുമില്ലല്ലോ. അവരെ മെഡിക്കൽ പരിശോധന അയച്ചിട്ടുണ്ടോ? അത് തന്നെയല്ല, ക്രിമിനൽ നടപടിക്രമം കൃത്യമായിട്ട് പറയുന്നത് 179 BNS-നകത്ത് പറയുന്നുണ്ട്. അയാൾക്ക് 171 പേര് ഒരു ഹാജരാകാൻ ഒരു നോട്ടീസ് കൊടുക്കാമായിരുന്നല്ലോ പ്രതിക്ക്. 2 കേസിനകത്ത് നേരത്തെ പ്രതിയായ മനുഷ്യന് ജാമ്യം കിട്ടി നിൽക്കുകയല്ലേ, അല്ലെങ്കിൽ കോടതി അറസ്റ്റ് തടഞ്ഞ് നിൽക്കുകയല്ലേ. അത് ഏത് സമയത്തും പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ഹാജരാകാമെന്നുള്ള വ്യവസ്ഥയിലാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ രാത്രിയിൽ അയാൾ താമസിക്കുന്നിടത്ത് ഇടിച്ചു കയറി ഒരു കള്ളനെ പോലെ പിടിച്ചതെന്തിനാണ്? അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. അവർക്ക് നോട്ടീസ് കൊടുത്ത ഇയാൾ അവിടെ ഹാജരാകണം, അല്ലെ മറ്റേ 2 കേസിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ഓടിച്ചിട്ട് പത്തും പതുങ്ങിയും പോയി പിടിച്ച് നാണം കെടുത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ആ പോലീസ് സെയിം SIT ടീം തന്നെയാണല്ലോ ആദ്യത്തെ 2 കേസും അന്വേഷിക്കുന്നത്. ഒരു നോട്ടീസ് കൊടുത്താൽ പോരെ, ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഓടി വരുമല്ലോ. പിന്നെ എന്തിനാണ് ഈ നാടകം? അത് പൊളിറ്റിക്കൽ വിക്ടിമൈസേഷൻ എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബലിയാടാവും. അവർ ഈ രീതിയിലുള്ള കളി കളിക്കരുത്, അവർക്ക് നിയമത്തെ പറ്റി അവബോധമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് ഇവരെയൊക്കെ ഈ ക്ലാസ്സൊക്കെ എടുത്ത് പഠിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. നിയമം കൃത്യമായിട്ട് അത് പാലിച്ചിരിക്കണം അവർ. അതനുസരിച്ച് FIR എടുക്കാനൊക്കെ ഉള്ളൂ. മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ അവർക്ക് അവസരമുണ്ടോ? അവരില്ല, അവർ വിദേശത്താണ്. ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ അന്നേരം തന്നെ ആ നിമിഷത്തിൽ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആദ്യം നടത്തുന്നത്, പിന്നീടാണ് നടപടിക്രമം വരുന്നത്. ഇതിപ്പോൾ 2024 ഏപ്രിൽ എങ്ങാണ്ട് നടന്നൊരു സംഭവമാണ്. അതിന് മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെ നടത്താൻ പറ്റും? അവരൊരു ഭ്രൂണം സൂക്ഷിച്ചു വെച്ച് അത് അവർക്ക് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥയാണ് അവർ. അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ലല്ലോ. അത് പോലീസല്ലേ എടുക്കേണ്ടത്. അതൊക്കെ അവരുടെ ദുരുദ്ദേശം അതിനകത്ത് കൃത്യമാണ്. കാരണം അങ്ങനെ ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. ഈ ഒരു റേപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അവർ അതിൻ്റെ ഭ്രൂണം സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ ഇന്ത്യയിൽ ഇത് എങ്ങും നടന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പോലീസാണ് എടുക്കുന്നത്. പോലീസ് ആ ഭ്രൂണം നഷ്ടപ്പെടുത്താതെ അവരുടെ തുണികളൊക്കെ അവർ പ്രിസർവ് ചെയ്യും. അത് പോലീസ് എടുക്കും. അത് അവർ ഇന്ന് സൂക്ഷിച്ചു വെക്കുകയാണ് 2024. അത് ഇയാളുടെ ഭ്രൂണമാണോ ഇല്ലയോ എന്നുള്ള വേറെ പ്രശ്നമല്ലേ. അല്ലെങ്കിൽ ഇയാൾ വേറെ എവിടെയെങ്കിലും പോയി ആരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ സൂക്ഷിച്ചു വെച്ച ഭ്രൂണമാണോ കൺസെൻറ്റോടുകൂടി എന്നും വാദിക്കാൻ മേലെ. അപ്പോൾ ഇതൊക്കെ പാളിച്ചാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെയല്ല, അവർ നന്നായിട്ട് നിയമപുസ്തകം വായിച്ച് പഠിച്ച് അതനുസരിച്ച് വേണം നിയമം മുന്നോട്ട് പോകാൻ. രാഷ്ട്രീയ ചിന്തയോടെ വന്നു കഴിഞ്ഞാൽ പാളിപ്പോയി കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങിക്കാതെ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, എല്ലാ പരാതിയും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരേ രീതിയിലുള്ള ഡ്രാഫ്റ്റിംഗ് സ്കില്ല് ഉള്ള ഒരാൾ ഒരേ രീതിയിൽ തന്നെയാണ് ആ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയല്ല, നിയമത്തെ പറ്റി അല്പം അറിവുള്ള ഒരാൾ അതിൻ്റെ ഭ്രൂണം വരെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. കാരണം കേസിനകത്ത് കുരുക്കി ശിക്ഷിപ്പിക്കണ ഉദ്ദേശം
വെച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് തന്നെയാണ്, അത് ഒരു മൊഴി തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല നിയമം ചെയ്യുന്നത്. അത് നാച്ചുറലായിട്ട് വരണം അന്വേഷണം. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അത് കണ്ടെത്തണം. കാരണം ഇവർ പറയുന്ന വസ്തുതകളെല്ലാം അന്വേഷിക്കാൻ ആ SHO ബാധ്യസ്ഥനാണ്. ആ ഒരു SIT ഈ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നവരാണോ ഈ കേസ് എടുത്തതെന്നൂടെ പോയി നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് തിരുവല്ലയിലെ SHOയ്ക്ക് അത് രജിസ്റ്റർ ചെയ്ത ശേഷം അവിടുന്ന് അത് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. അത് തന്നെയല്ല, അവർ ഭ്രൂണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തിരുവല്ലായി വെച്ചുള്ള സ്വീകരണമാണോ, ആ സമയത്താണോ, അതോ ഇയാൾ അവരോടൊപ്പം വിദേശത്ത് ചെന്ന സമയത്ത് എടുത്തതാണോ? ഇവിടെ ആരോപിക്കപ്പെടുന്നത് വിദേശത്തെ ഒരു റേപ്പും ഒന്നുമല്ല ആരോപിക്കപ്പെടുന്നത് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ചുള്ളതാണ്. അവിടുത്തെ ആണോ ഭ്രൂണം സൂക്ഷിച്ചത്, അത് ഇങ്ങേരുമായിട്ടുള്ള നേരത്തെയുള്ള അക്വൈൻറ്റൻസിലെ വിദേശത്ത് ചെന്നിട്ടുണ്ടല്ലോ ആ സമയത്തുള്ളതാണോ? ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ ഇതിനകത്ത് വരും. അതുകൊണ്ട് ഈ കേസ് ഒരു പാളിപ്പോയ കേസ് തന്നെ എന്ന് പറയേണ്ടി വരും. നിയമപരമായിട്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്.